ഹലോ, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മിറ്റടിച്ചിട്ടോ. തലേ ദിവസം സാധാരണ വൈകിട്ട് മിറ്റടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയ കാരണം അപ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം മിറ്റടിച്ചിട്ട് തറയിൽ ഇന്നലത്തെ ഉണ്ടായിരുന്ന പൂവൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയിൽ കെട്ടിച്ച് തോർത്തൊക്കെ അഴിക്കുക ചെയ്തിട്ടോ. അഴിച്ചിട്ട് മുടി ഒന്ന് നല്ലോണം തോർത്തിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് വാർന്നെടുത്തിട്ട് വെറുതെ ക്രാബ് ഇട്ട് കെട്ടുകയാണ് ചെയ്ത്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഏട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 വർഷമായി പറയുമ്പോൾ തന്നെ എത്ര വേഗം പോയി എന്നറിയില്ല കേട്ടോ. വേഗം അങ്ങോട്ട് 3 വർഷം കടന്നു പോയി. ഇനി അടുത്ത ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബേബിയും കൂടി ഉണ്ടാവും കേട്ടോ. അതേവെല്ലാം നേരം പോലെ ആക്കി തരട്ടെ. ഇപ്പോൾ 7 മാസം ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുക്കുറ്റി പൊട്ടിക്കുക, തുളസി പൊട്ടിക്കുക. പൂക്കൾ കുറവായിരുന്നു കേട്ടോ. വാങ്ങിക്കൊടുന്ന പൂക്കളിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ചെണ്ടുമല്ലിയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് കാശിത്തുമ്പ, മന്ദാരം അങ്ങനെയുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇടാൻ വിചാരിച്ചിട്ടു. പിന്നെ അപ്പുറത്ത് ഹരിതേടത്തമ്മയും ആദി അല്ലുമൊക്കെ പൂടാൻ വേണ്ടിയിട്ട് പൂവാരിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അവരോട് സംസാരിക്കുകയാണ്. ഇതൊക്കെയുണ്ട് പൊട്ടിച്ച പൂക്കൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂവ് അരിയണമല്ലോ. കുറച്ച് ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു കേട്ടോ. ചെണ്ടുമല്ലിയൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഇടുക ചെയ്ത്. പിന്നെ പൂടാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഞാൻ അങ്ങനെ പൂടാറുണ്ട്. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ കൂടുതലും വാങ്ങിയ പൂക്കളല്ല കേട്ടോ. അവിടെ നാടൻ പൂക്കൾ വീട്ടിലുണ്ടാവണ പൂക്കളൊക്കെ കേട്ടോ കൂടുതലും ഇടുക. ചെമ്പരത്തി, കാശിത്തുമ്പൊക്കെ കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യമൊക്കെ കാശിത്തുമ്പ ഞങ്ങൾക്ക് കുറവാട്ടോ. വീട്ടിൽ അങ്ങനെ കാശിത്തുമ്പ ഉണ്ടായിട്ടൊന്നുമില്ല. അന്നൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും പൂവിടുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും പൂവിടാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ പിന്നെ എങ്ങോട്ടും പോകണില്ലല്ലോ, വീട്ടിലിരിക്കുകയല്ലേ. കഴിഞ്ഞ ഓണത്തിനൊന്നും എനിക്ക് അങ്ങനെ പൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ വർക്കിന് പോയിരുന്നല്ലോ. അപ്പോൾ പിന്നെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനൊന്നുള്ള പൂവിടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഏട്ടനാണ് പൂവിട്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ പൂവരിയൽ കഴിഞ്ഞിട്ട് ഞാൻ ചാണകം തേച്ചിട്ടോ. എൻ്റെ വീട്ടിലാകുമ്പോഴേക്ക് ചാണകം തേക്കാൻ നല്ല മടിയായിരുന്നു. എനിക്ക് ചാണകം തേക്കാൻ പറയുമ്പോഴേക്ക് എന്തോ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ തേച്ച് തരുക ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചാണകം തേക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് മന്ദാരമൊക്കെ വെച്ചിട്ട് ഞാൻ മുക്കുറ്റി നടുവിൽ വെച്ചിട്ട് അങ്ങനെ പോയിട്ട് കേട്ടോ. മന്ദാരം ഞാൻ ഓരോ ഇതളും ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ പോയിട്ടിരുന്ന്. അപ്പോൾ പിന്നെ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടതാട്ടോ. ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ വെക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാട്ടോ. പിന്നെ അങ്ങനെ പൂവിടലൊക്കെ ഇങ്ങനെ വേഗം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.